ഹലോ വിദ്യാർത്ഥികളെ, 3ാം ക്ലാസ് ഫസ്റ്റ് ടൈം ഇവാലുവേഷന്റെ ഗണിതം മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് പ്രവർത്തനം നോക്കാം. നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി വെജിറ്റബിൾ പ്രിന്റിംഗ് ആണ്. ജിനു പ്രവൃത്തി പരിചയ മേളയിൽ തയ്യാറാക്കിയ വെജിറ്റബിൾ പ്രിന്റിങ്ങിന്റെ ചിത്രമാണിത്. ചിത്രം നിരീക്ഷിക്കാം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ട്, പിന്നെ ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട്. ഇനി താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കൂ. ചിത്രത്തിലെ രൂപങ്ങളുടെ എണ്ണം ചുവടെ കൊടുത്ത പട്ടികയിൽ എഴുതുക. ആദ്യം റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. എത്ര റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്? 7 റെക്റ്റാങ്കിൾ ആണുള്ളത്. ട്രയാങ്കിൾ, എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് എണ്ണുക. എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4 5 ട്രയാങ്കിൾസിന്റെ എണ്ണം എഴുതുക. നെക്സ്റ്റ് നമ്മൾ സർക്കിൾ എഴുതുക. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണുക. ടോട്ടൽ നമ്പർ 18 ആണ്. ഇതെല്ലാം കൗണ്ട് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ, ഒരേ വലിപ്പമുള്ള ത്രികോണങ്ങൾ ചേർത്ത് വെച്ച് രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് ഉമേഷ്. എത്ര ത്രികോണങ്ങൾ ചേർത്ത് വെച്ചാണ് ഈ രൂപം ഉണ്ടാക്കിയത്? എത്ര ത്രികോണങ്ങളാണെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 9. അപ്പൊ എത്രയാണ്? 9 വെച്ചിട്ടാണ് വലിയ 9 ചെറിയ ട്രയാങ്കിൾസ് വെച്ചിട്ടാണ് വലിയ വലിപ്പമുള്ള ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ, മനു വരച്ച പാറ്റേൺ നോക്കൂ. താഴെ തന്നിരിക്കൽ നിന്ന് യോജിച്ചത് കണ്ടെത്തി പാറ്റേൺ പൂർത്തിയാക്കുക. ആദ്യം ഇങ്ങടാണ്, പിന്നെ മേലേക്കാണ്, പിന്നെ സൈഡിലേക്കാണ്. അപ്പൊ അടുത്തത് എങ്ങടായിരിക്കും? താഴേക്കായിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ഇനി പ്രവർത്തനം 2 നോക്കാം. ആക്ടിവിറ്റി 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വട്ടത്തിലെ സംഖ്യയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതിന് നേരെ ടിക്ക് ചെയ്യുക. എന്തൊക്കെയാണ് തന്നേക്കുന്നേ? 74 പത്തുകൾ, 49 ഒന്നുകൾ. അടുത്തത് തന്നിരിക്കുന്നത് 7 പത്തുകൾ, 49 ഒന്നുകൾ. ഇത് രണ്ടും തെറ്റാണ്. അടുത്തത് എന്താണ്? 7 10 എന്ന് പറയുമ്പോൾ 70 അല്ലേ ആവുള്ളൂ, പ്ലസ് 49 ആണ് വരുന്നത്. അപ്പോ 749 ആവില്ല, അപ്പൊ തെറ്റാണ്. പിന്നെ ഏതാണ്? 700 പ്ലസ് 9 പ്ലസ് 40, അത് ശരിയാണ്. 6 നൂറുകൾ, 149 ഒന്നുകൾ, അത് ശരിയാണ്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ബിയും ഡിയും ആണ് ടിക്ക് ഇടേണ്ടത്. വട്ടത്തിലെ സംഖ്യ അബാക്കസിൽ ക്രമീകരിക്കുക. അപ്പൊ 749 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ 7 4 7 100, അതായത് ഹൺഡ്രഡ്സിന്റെ ഭാഗത്ത് എത്ര വരയ്ക്കണം? 7 എണ്ണം വരയ്ക്കണം. ടെൻസിന്റെ ഭാഗത്ത് എത്ര എണ്ണം വരയ്ക്കണം? 4 എണ്ണം വരയ്ക്കണം. വൺസിന്റെ ഭാഗത്ത് 9 ബീറ്റ്സ് വരയ്ക്കണം. ഇങ്ങനെയാണ് നമ്മൾ അബാക്കസ് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ്, വട്ടത്തിലെ സംഖ്യയെ അക്ഷരത്തിൽ എഴുതുക. 749. മലയാളത്തിൽ എഴുതുമ്പോൾ 749, ഇംഗ്ലീഷിലാണെങ്കിൽ 749. ഇനി ചുവടെ കൊടുത്തേക്കുന്നവയിൽ സംഖ്യാ പാറ്റേണിൽ അല്ലാത്തത് ടിക്ക് ചെയ്യുക. ഏതാണ്? 30 60 100 130 155. ഇതൊരു ഓർഡർലി, ഒരു കോമൺ ഡിഫറൻസ് ഇല്ലാത്ത മാതിരിയാണ് പോകുന്നത് അല്ലേ? ബാക്കി എല്ലാത്തിനും ഒരു ഡിഫറൻസ് ഉണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇതിന് കോമൺ ഡിഫറൻസ്, പൊതുവായ ഒരു വ്യത്യാസം ഇല്ല. അതുകൊണ്ട് ഇതിൽ പാറ്റേൺ അല്ലാത്തത് ഡി ആണ്. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. അല്ലെങ്കിൽ കണക്ക് പെട്ടിയിലെ സംഖ്യാ കാർഡുകളും കളിനോട്ടും അബാക്കസും ഉപയോഗിച്ച് കളിക്കുകയാണ് അസ്മ. ഈ കാർഡുകൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും എഴുതുക. വലിയ മൂന്നക്ക സംഖ്യ ഏതാ? അപ്പൊ ഏറ്റവും വലിയ നമ്പർ 3 അക്കങ്ങളെ പാടുള്ളൂ, 8. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന വലിയത് 6, അത് കഴിഞ്ഞിട്ടുള്ളത് 4. ഇപ്പൊ 864 ആണ്. ചെറുത് ഏതാണ്? ചെറുത് ഏറ്റവും ചെറിയ നമ്പർ ആദ്യം എടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് എടുക്കുക, അത് കഴിഞ്ഞിട്ട് 246. അപ്പോൾ വലിയ മൂന്നക്ക സംഖ്യ 864, ചെറിയ മൂന്നക്ക സംഖ്യ 246. 364 10ന്റെ സ്ഥാനത്തെ അക്കം ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ആക്കിയാൽ കിട്ടുന്ന സംഖ്യ താഴെ കൊടുത്തവയിൽ ഏതാണ്? ശരിയല്ലാത്തത് നേരെ ടിക്ക് ചെയ്യാനാണ്. ഇതാണ് 3 ആണ്. 38 പത്തുകൾ, 4 ഒന്നുകളാണ്. ഡി ക്വസ്റ്റ്യൻ, അസ്മ 100 രൂപയുടെ കളിനോട്ട് ചില്ലറയാക്കിയപ്പോൾ 7 നോട്ടുകൾ കിട്ടി എങ്കിൽ ചുവടെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. എല്ലാ നോട്ടുകളും 20ന്റെയും 10ന്റെയും നോട്ടുകളായിരിക്കും. 7 നോട്ട് കിട്ടണമെങ്കിൽ എല്ലാ നോട്ടുകളും 20ന്റെയും 10ന്റെയും നോട്ടുകളായിരിക്കണം. ഇനി ഈ ക്വസ്റ്റ്യൻ, അസ്മ അബാക്കസിൽ മുത്തുകൾ വെക്കുകയാണ്. 13 മുത്തുകളാണുള്ളത്. ഇവ അബാക്കസിൽ വെച്ച് രൂപീകരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് 13 മുത്തുകളാണുള്ളത്. അപ്പൊ 1 3 9.
139. ഈ ജേഴ്സി വിൽപ്പന. ശ്രുതിയുടെ കടയിലെ ജേഴ്സി വിൽപ്പനയുടെ എണ്ണമാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ഇനി ഓരോ രാജ്യങ്ങളും വിറ്റ ജേഴ്സികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിന്റെ ജേഴ്സിയാണ് കൂടുതൽ വിറ്റത്? ഏത് രാജ്യത്തിന്റെയാണ്? 109 ആരാണ്? ബ്രസീലാണ്. ഏത് രാജ്യത്തിന്റെ ജേഴ്സിയാണ് കുറവ് വിറ്റത്? ഏറ്റവും കുറവ് വിറ്റത് 104 ജർമ്മനിയാണ്. പട്ടികയെ അടിസ്ഥാനമാക്കി എഴുതിയ പ്രസ്താവനകൾ നോക്കൂ. ശരിയായ പ്രസ്താവനയ്ക്ക് നേരെ ടിക്ക് ചെയ്യുക. അർജന്റീനയേക്കാൾ കൂടുതലാണ് പോർച്ചുഗലിന്റെ ജേഴ്സികളുടെ എണ്ണം. ഫ്രാൻസിന്റെ ജേഴ്സിയേക്കാൾ 7 ജേഴ്സികൾ കൂടുതലാണ് പോർച്ചുഗലിന്റെ ജേഴ്സികളുടെ എണ്ണം. സ്പെയിനിനേക്കാൾ കുറവാണ് ഫ്രാൻസിന്റെ ജേഴ്സികളുടെ എണ്ണം. അപ്പൊ 2 ആണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. കറക്റ്റ് അതാണ്. ഇനി ഡി ക്വസ്റ്റ്യൻ, ശ്രുതി ജേഴ്സി വിൽപ്പനയുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളുടെ പേര് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതുകയാണ് എങ്കിൽ പോർച്ചുഗൽ കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന രാജ്യം ഏതായിരിക്കും? പോർച്ചുഗൽ കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന രാജ്യം ഏതായിരിക്കും? അർജന്റീന അല്ലെ? പോർച്ചുഗൽ കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്നത് അർജന്റീനയാണ്. പോർച്ചുഗലിന് തൊട്ട് മുമ്പേ വരുന്നത് ഏതാണ്? ഫ്രാൻസ് ആണ്. ഈ സഹായനിധി. മിയയും കൂട്ടുകാരും സ്കൂൾ സഹായനിധിയിലേക്കായി സ്വരൂപിച്ച നോട്ടുകളുടെ എണ്ണമാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. പട്ടിക പൂർത്തിയാക്കാനാണ്. ഇതില് മിയയുടെ 630 ആണ് ആകത്തുക. ഫിനു 420 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോട്ടുകള് 10ന്റെ 2 നോട്ട്, 20ന്റെ നോട്ടുകളൊന്നും ഇല്ല, 100ന്റെ 1 നോട്ട് എന്നാ പറഞ്ഞാണ്. അപ്പൊ 50ന്റെ 6 നോട്ട് ആയിരിക്കണം, എന്നാലാണ് 420 ആവുക. ഇനി സോനു മൊത്തം ഒരു 10, 3 20ന്റെ നോട്ട്, 2 50ന്റെ നോട്ട്, 5 100ന്റെ നോട്ട്. അപ്പൊ എത്ര ടോട്ടല്? 670. ഓക്കെ. നെക്സ്റ്റ് ജോബി 2 10ന്റെ നോട്ട്, ഒരു 20ന്റെ നോട്ട്, ഒരു 50ന്റെ നോട്ട്, പിന്നെ ഒരു 100ന്റെ 5 നോട്ട്. അപ്പൊ 590 എന്നാണ് കിട്ടുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സഹായ നിധിയിലേക്ക് കൂടുതൽ തുക കിട്ടിയത് ആർക്കാണ്? 670 ഉള്ളത് ആർക്കാണ്? സോനു. സോനുക്കാണ് ഏറ്റവും കൂടുതൽ തുക കിട്ടിയത്. കിട്ടിയ നോട്ടുകളിൽ ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് ഏതാണെന്ന് നോക്കുക. കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ എണ്ണം ഉള്ളത് ഏതിനാണ്? 100ന്റെ നോട്ടുകൾക്കാണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ ഡി 100 എന്നുള്ളത് ടിക്ക് ചെയ്യുക. ഇനി അല്ലെങ്കിൽ 4 ബിയില് നമുക്ക് നോക്കാം. അശ്വിന്റെയും അരിയുടെയും കടകളിൽ 4 മാസങ്ങളായി വിൽപ്പന നടത്തിയ അരിയുടെ അളവാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓരോ മാസവും അശ്വിന്റെ കടയിൽ എത്രയാണ്, അലിയുടെ കടയിൽ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. മാർച്ച് മാസം കൂടുതൽ അരി വിൽപ്പന നടത്തിയത് ആരാണ്? 500 കിലോഗ്രാം അലിയാണ് കൂടുതൽ എത്ര കിലോഗ്രാം കൂടുതൽ കിട്ടി? അപ്പൊ 500ൽ നിന്ന് നിങ്ങൾ 250 മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടി? 250 കിലോഗ്രാം കൂടുതൽ വിറ്റു. ജനുവരി മാസം 2 പേരും വിൽപ്പന നടത്തിയ അരിയുടെ ആകെ അളവ് എത്ര? ജനുവരിയില് 300 + 400 700 കിലോഗ്രാം ആണ് അവരാകെ വിൽപ്പന നടത്തിയ അരി. 2 പേരും ഓരോ മാസം വിൽപ്പന നടത്തിയ അരിയുടെ ആകെ അളവ് കണക്കാക്കിയപ്പോൾ ചില മാസങ്ങളിൽ തുല്യമാണെന്ന് കണ്ടെത്തി. ഏതെല്ലാം മാസങ്ങളിലാണ് തുല്യമായിട്ട് വന്നത്? ഏതൊക്കെ മാസങ്ങളിലാണ് തുല്യമായിട്ട് വന്നിട്ടുള്ളതെന്ന് നോക്കുക. ഫെബ്രുവരിയും ഏപ്രിലും. അരിയുടെ ആകെ അളവ് ചില മാസങ്ങളിൽ തുല്യമാണെന്ന് കണ്ടെത്തി. ഏതെല്ലാം മാസങ്ങളിലാണെന്ന് എഴുതുക. ഇത്രയുമാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉള്ളത്. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നോക്കൂ, കായികമേള എന്ന് പറയുന്നതാണ്. കായികമേളയില് സ്കൂൾ കായികമേളയ്ക്ക് ചെസ് നമ്പർ തയ്യാറാക്കുവാണ് ജോസഫും കൂട്ടുകാരും. അവരുടെ ഇനങ്ങളും ചെസ് നമ്പറും തന്നിട്ടുണ്ട്. 100 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെ 1 മുതൽ 50 വരെ ചെസ് നമ്പർ ക്രമത്തിൽ നിർത്തി. ജോസഫ് വരിയുടെ മുന്നിൽ നിന്ന് 5ാമത്തെ കുട്ടിയാണ്. ജോസഫിന്റെ ചെസ് നമ്പർ എത്രയാണ്? ജോസഫിന്റെ ചെസ് നമ്പർ അപ്പൊ എത്രയായിരിക്കും? 5 ആയിരിക്കും. 200 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ അപർണ സ്വീകരിച്ച മാർഗങ്ങളിൽ ശരിയായവയ്ക്ക് നേരെ ടിക്ക് ചെയ്യാനാണ്. ഏതാണ്? 100 - 51 + 1 100 - 50 3 ഇനങ്ങളിലും പങ്കെടുത്ത കുട്ടികളുടെ ആകെ എണ്ണം എത്രയാണെന്ന് നോക്കാം. എത്രയാണ്? 50 + 50 + 100 മൊത്തം എത്രയാണ്? 200 ആണ്. 200 ആണ്. അപ്പോ ഇത്രയുമാണ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.